ലിവറേജ് വലിയ ഡിഫിക്കൽട്ടി ഉള്ള ഒരു ചാപ്റ്റർ അല്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ. ഓക്കെ, നോക്കാം കേട്ടോ. സോ ലിവറേജിനെ പറ്റി നമുക്ക് പെട്ടെന്ന് അരമണിക്കൂറിൽ തീർക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലിവറേജ്. ഓക്കെ, ലിവറേജിൽ നമുക്ക് പഠിക്കേണ്ട 1-2 ടേംസ് നോക്കാം. സോ ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് എന്ന് പറയുമ്പോൾ അതും പറയണോ? ആർബിട്രേജ് പറയണോടാ? ഇത് കേട്ടെ, ഇത് കണ്ടു പറയാം. ഓക്കെ, സോ ബിസിനസ് റിസ്ക്, ആർബിട്രേജും കൂടി ഉണ്ട് ലാസ്റ്റ്, അത് നോക്കണം, പറയാം. ശരി. സോ ബിസിനസ് റിസ്ക് എന്ന് പറയുമ്പോൾ റിസ്ക് ഡ്യൂ ടു ഫേംസ് ഓപ്പറേഷൻസ്. ഫേംസ് ഓപ്പറേഷൻസ് കാരണമുള്ള റിസ്കിനെയാണ് എന്ത് പറയുന്നത്? ബിസിനസ് റിസ്ക് എന്ന് പറയാം അല്ലെ. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് കാരണമുള്ള റിസ്കിനെ നമുക്ക് ബിസിനസ് റിസ്ക് എന്ന് പറയാം. ഓക്കെ അല്ലെ. ആ, അതേപോലെ എന്താ പറയാ, ഡെപ്റ്റ് കാരണം അല്ലെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ്, ഫിനാൻഷ്യൽ കോസ്റ്റ് വരും അല്ലെ. ഇൻട്രസ്റ്റ്, പ്രിഫറൻസ്, ഡിവിഡൻഡ്, അതൊക്കെ കാരണം ഉണ്ടാവുന്ന റിസ്കിനെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോ നമുക്കിനി ഇത് രണ്ടിനെയും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ റിസ്ക് എന്ന് പറയാൻ പറ്റുക. സോ ബിസിനസ് റിസ്ക് വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജും അതേപോലെ ഫിനാൻഷ്യൽ റിസ്ക് കാരണമാണ് എന്ത്, ഫിനാൻഷ്യൽ ലിവറേജും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി ലിവറേജിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ഓർ പവർ ഓർ മാഗ്നിഫൈങ് ഇഫക്റ്റ്. ഈ റിസ്കുകൾ കാരണം ഉണ്ടാവുന്ന ഒരു മാഗ്നിഫൈങ് ഇഫക്റ്റ് ആണ് ലിവറേജ് പറയുന്നത്. സോ നോക്കാം. സോ ഫസ്റ്റ് വൺ, ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താ? പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT വിത്ത് റെസ്പെക്ട് ടു പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് അല്ലെ. 1% സെയിലില് നിങ്ങൾക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, 1% സെയിലില് ഇൻക്രീസോ ഡിക്രീസോ വന്നിട്ടുണ്ടെങ്കിൽ അത് EBITയിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, 1% ചേഞ്ച് ഇൻ സെയിൽസ് ഉണ്ടെങ്കിൽ എത്ര ശതമാനം EBITയിൽ ചേഞ്ച് വരും? ക്ലിയർ? അതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. സോ അത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ചെയ്യുക അല്ലെ. പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെർസെന്റേജ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷനും എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇക്വേഷൻ നമ്മൾ ഇതും പഠിച്ചിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ബൈ EBIT എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ മതി അല്ലെ. കോൺട്രിബ്യൂഷൻ ബൈ EBIT ഇട്ട് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ബിസിനസ് റിസ്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ 3 ഫാക്ടേഴ്സിന്റെ ഫംഗ്ഷൻ ആണെന്ന് പറയാറുണ്ട്. ഒന്ന് ഫിക്സ്ഡ് കോസ്റ്റ് അല്ലെ. ഫിക്സ്ഡ് കോസ്റ്റും കൂടി കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മള് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്ത്, കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ ഓപ്പറേറ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാലാണ് EBITയിലോട്ട് എത്തുക അല്ലെ. യെസ്, അപ്പൊ ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് എ പോയിന്റ്. അടുത്തത് കോൺട്രിബ്യൂഷന്റെ മീൻസ് വേരിയബിൾ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PV റേഷ്യോ. അതേപോലെ സെയിൽസിന്റെ വോളിയം എത്രയുണ്ട്. സോ ഈ 3 ഫാക്ടേഴ്സ് ആണ്. മേ ബി നിങ്ങൾക്ക് MCQയിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, സോ എന്താ പറയാ, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഫംഗ്ഷൻ ഓഫ് ഡാഷ്. അപ്പൊ ഇതില് ഈ മൂന്നെണ്ണ വരുന്നത്, അല്ലെങ്കിൽ നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഡാഷ് എന്ന് വെച്ചിട്ട് 4ാമത്തെ ഓപ്ഷൻ ചോദിക്കാം കേട്ടോ. സോ ഇവിടെ എന്തൊക്കെ വരുന്നത്? നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ആവശ്യമുണ്ട് അല്ലെ. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താൽ EBIT കിട്ടുള്ളൂ. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് PV റേഷ്യോ അറിയണം. ഓക്കെ, വോളിയം ഓഫ് സെയിൽസ് ഓൾസോ. ഓക്കെ, സോ എത്രത്തോളം സെയിൽ ഉണ്ട്, ഓരോ ലെവൽ ഓഫ് സെയിലിന് വേറെ വേറെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആയിരിക്കും. നിങ്ങൾ 1,00,000ന്റെ സെയിലിന് നിങ്ങൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കുമ്പോൾ എന്താണോ വരുന്നത് അത് തന്നെ ആയിരിക്കൂല 1,20,000 വരിക. ദാറ്റ് മീൻസ് 1,00,000 സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി അങ്ങോട്ടേക്ക് 1% ചേഞ്ച് വന്നാൽ എത്രയാണ് EBITയിൽ ചേഞ്ച് വരാന്ന് ചോദിക്കില്ലേ? എന്താണ് ഇപ്പൊ ഉള്ള കറന്റ് ലെവൽ എത്രയാ? 1,00,000. അതിന്ന് 1% ചേഞ്ച് വരുമ്പോൾ എത്രയാണ് EBITയിൽ ചേഞ്ച് വരിക? നമ്മൾ അതാ പഠിക്കുന്നത്. പക്ഷെ നേരെ മറിച്ചിട്ട് ഇപ്പൊ 1,20,000 1% ചേഞ്ച് വരുമ്പോൾ എത്രയാണ് EBITയിൽ വരുന്നത്? അത് വേറെ ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും ഒരിക്കലും ഈക്വൽ ആവില്ല. സോ അറ്റ് ഡിഫറെന്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഡിഫറെന്റ് ലെവൽ ഓഫ് സെയിൽസിൽ എന്തായിരിക്കും? ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്? പറഞ്ഞാൽ മനസ്സിലായാ? യെസ്. അപ്പൊ നിങ്ങൾ 1,00,000 സെയിൽസ് എടുത്തിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുക. സ്റ്റേറ്റ്മെന്റ് വരക്കുമ്പോൾ നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ ബൈ EBIT ഒരു ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടൂലേ? മനസ്സിലായോ? 1,00,000 എടുത്തു, ഇൻട്രസ്റ്റ് കുറച്ചു, പിന്നെ EBIT അല്ല സോറി സെയിൽസ് എടുത്തു, വേരിയബിൾ കോസ്റ്റ് ഒക്കെ കുറച്ചു, കോൺട്രിബ്യൂഷൻ ഒക്കെ കിട്ടി, നിങ്ങൾ ഫിക്സ്ഡ് കോസ്റ്റും കുറച്ചു, ഇതൊക്കെ കുറച്ചു. പോയിന്റ് മനസ്സിലായോ? ഇല്ല. ഓക്കെ, നോക്ക്. ഇപ്പൊ നിങ്ങൾ 1,00,000 സെയിൽ എടുത്തിട്ട് താഴോട്ടേക്ക് വന്ന് EBIT വരെ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ ബൈ EBIT ഒരു ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ എല്ലാത്തിനും ഇപ്പൊ സെയിൽസിന്റെ ഒരു 10% ചേഞ്ച് വരുത്തിയെന്ന് വിചാരിച്ചോ. 1,00,000 ഉള്ളത് 1,10,000 ആക്കി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ ഫിഗറും ചേഞ്ച് വരും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കേസിൽ കിട്ടുന്ന കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടൂല.
നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. സോ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് സെയിലിനാണ് ഇത്രയും ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയാം. ഓക്കെ. അതേപോലെ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS വിത്ത് റെസ്പെക്ട് ടു പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT അല്ലെ. EBITയിലുള്ള 1% ചേഞ്ചിൽ എത്രത്തോളം EPS ചേഞ്ച് ആവുന്നു. അപ്പൊ അതിൽ നിങ്ങളോട് ഇത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് പ്രിഫറൻസ് ഡിവിഡൻഡ് ഉള്ള കേസും പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ലാത്ത കേസും അല്ലെ. ഫിനാൻഷ്യൽ ലിവറേജ് എങ്ങനെയാണ് എടുക്കുക? EBIT ഡിവൈഡ് ബൈ EBT ചെയ്താൽ മതി പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ലാത്ത കേസ് ആണെങ്കിൽ. പ്രിഫറൻസ് ഡിവിഡൻഡ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ EBIT കുറക്കുമ്പോൾ ഇൻട്രസ്റ്റ് മാത്രം കുറച്ചാൽ പോരാ, എന്തും കൂടി കുറക്കേണ്ടി വരും. പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാക്സും കൂടി കുറക്കണം. ക്ലിയർ ആണോ? അപ്പൊ ഇത് ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. ബ്രാക്കറ്റിന് പുറത്താണെങ്കിൽ EBIT എന്ത് കുറക്കുക? ഇൻട്രസ്റ്റും കുറക്കുക, പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാക്സും രണ്ടും കുറക്കണം. ഓക്കെ അല്ലേ? യെസ്. ഈ ഒരു സാധനത്തിന് ഒരു പേര് പറയല്ലോ, എന്താ അത്? ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാക്സ്. എന്താ അത്? ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെ. യെസ്. സോ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചാൽ മതി. എന്താണ്? EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ്. സോ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇപ്പൊ ഇൻട്രസ്റ്റ് മാത്രം ഉള്ളെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് അല്ലെ. പ്രിഫറൻസ് ഡിവിഡൻഡ് കൂടി വരുമ്പോഴാണ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ 1 മൈനസ് ടാക്സ് വരിക. ഓക്കെ. ഫിനാൻഷ്യൽ ലിവറേജ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും? ഫിനാൻഷ്യൽ റിസ്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യും എന്നറിയാം. ഓക്കെ. പിന്നെ ഇവിടെ ഒരു ടേം ഉണ്ട് നോക്ക്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് യൂസ് ഓഫ് ഫണ്ട് വിത്ത് ഫിക്സ്ഡ് കോസ്റ്റ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് EPS അല്ലെ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുമ്പേ ഞാൻ പറയുന്ന കേസാണ് അല്ലെ. നമുക്ക് ഒരുപാട് ഏർണിങ്സ് വരുന്ന ഉറപ്പുണ്ടെങ്കിൽ കുറച്ച് എന്ത് ചെയ്യുക? കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫിക്സ്ഡ് റിട്ടേൺ കൊടുത്താൽ മതി അല്ലെ. പോയിന്റ് ഓർമ്മയുണ്ടോ? പണ്ടേ പറയുന്നതല്ലേ, 1 കോടി രൂപ നമ്മൾ കടം വാങ്ങിച്ചാൽ നമുക്ക് ജസ്റ്റ് 10% പറഞ്ഞാൽ 10 ലക്ഷം കൊടുത്താൽ മതി. പക്ഷെ ഷെയർ കൊടുക്കണം, ഒരുപാട് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ഇക്വിറ്റി റേസ് ചെയ്യുന്നതിന് പകരം 1 കോടി രൂപയുടെ ഡെപ്റ്റ് റേസ് ചെയ്യുമ്പോൾ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് 10% കൊടുത്താൽ മതി. പക്ഷെ ഇക്വിറ്റി ആണെങ്കിൽ നമുക്ക് റിട്ടേൺ കുറവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഹെവി റിട്ടേൺ കേസ് വരുന്നെങ്കിൽ ഷെയർ കുറെ കൊടുക്കണം അല്ലെ. അപ്പൊ ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ EPS കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, യു ആർ യൂസിങ് ഐറ്റം ഫണ്ട് വിത്ത് ഫിക്സ്ഡ് കോസ്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ കമ്പൈൻഡ് ലിവറേജ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS വിത്ത് റെസ്പെക്ട് ടു പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ക്ലിയർ ആണോ? നേരത്തെ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ടു സെയിൽസ്, പിന്നെ EPS ടു EBIT. ഓക്കെ. കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പോൾ പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS വിത്ത് റെസ്പെക്ട് ടു പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഓക്കെ. പിന്നെ കമ്പൈൻഡ് ലിവറേജ് എന്തിനാ കാണിക്കുന്നു എന്ന് വെച്ചാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ടോട്ടൽ ലിവറേജ്. പിന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റിംഗ് ലിവറേജും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കമ്പൈൻഡ് ലിവറേജ് കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ. ഫിനാൻഷ്യൽ ലിവറേജ് ഇൻറ്റു ഓപ്പറേറ്റിംഗ് ലിവറേജ് ചെയ്തതിന് കമ്പൈൻഡ് ലിവറേജ് കണ്ടുപിടിക്കാം. ഓക്കെ. പിന്നെ രണ്ട് പോയിന്റ്സും കൂടെ എക്സ്ട്രാ ഉള്ളൂ. ഒന്ന് ബ്രേക്ക് ഈവൻ അനാലിസിസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ലിവറേജ് നോക്കാം. ബ്രേക്ക് ഈവന്റെ ഇക്വേഷൻ നിങ്ങൾ ഇപ്പോൾ കോസ്റ്റിംഗ് ഒക്കെ പഠിച്ചുകൊണ്ട് ഓർമ്മ ഉണ്ടാവും അല്ലെ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്താൽ ഇൻ യൂണിറ്റ് കിട്ടും. എത്ര യൂണിറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുക. അതേപോലെ ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ ആണെങ്കിൽ ഇൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇവിടെ രണ്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫിക്സഡ് കോസ്റ്റ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ബ്രേക്ക് ഈവൻ പോയിന്റ് കൂടും അല്ലെ. ഇത് പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ഓപ്പറേഷണൽ ആയിട്ട് നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് എത്തണം. അതായത് ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി എത്രത്തോളം സെയിലെങ്കിലും ഉണ്ടാവണം എന്നാ പോയിന്റ്. മനസ്സിലായോ? പ്രോഫിറ്റ് കിട്ടണമെന്നില്ല, പ്രോഫിറ്റ് 0 ആയിക്കോട്ടെ. ഓപ്പറേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി എത്രത്തോളം നിങ്ങൾ സെയിൽ ഉണ്ടാക്കണം. അപ്പൊ അതാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ലെ. നമുക്കറിയാം കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് അല്ലെ. അപ്പൊ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റില് ആ പ്രോഫിറ്റ് 0 ആവണം. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എത്ര സെയിൽ വേണം എന്നുള്ളതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഉദ്ദേശിക്കുന്നത്. സോ അതേപോലെ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. ഇവിടെ രണ്ടും കാണുമ്പോൾ മനസ്സിലായി, ഫിക്സഡ് കോസ്റ്റ് കൂടുമ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കൂടും. അതേപോലെ ഫിക്സഡ് കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ബിസിനസ് റിസ്ക് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റിംഗ് ലെവറേജും കൂടും. സോ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? യെസ്, ഹൈ ബ്രേക്ക് ഈവൻ പോയിന്റ്, ഹൈ ഓപ്പറേറ്റിംഗ് ലെവറേജ്. ക്ലിയർ അല്ലേ? അതാണ് ഫൈനൽ കൺക്ലൂഷൻ. സെറ്റ് ആണോ? ഓക്കെ. പിന്നെ ഒരു പോയിന്റ് ഉള്ളത് മാർജിൻ ഓഫ് സേഫ്റ്റിയാണ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്നൊക്കെ അറിയാം അല്ലെ. ടോട്ടൽ സെയിലിന് ബ്രേക്ക് ഈവൻ സെയിൽ ഒഴിവാക്കാം. മനസ്സിലായോ? നമ്മളിപ്പോ ആദ്യം ഇപ്പോ കുറച്ച് സെയിൽ വരെ ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്ന നമുക്ക് വരുന്ന എമൗണ്ടിന് എന്ത് ചെയ്യണം? ഫുള്ളി പ്രോഫിറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. മനസ്സിലായോ? നമുക്കിപ്പോ
ആദ്യത്തെ ചിലപ്പോൾ ഒരു 50-60,000 വരെ ഫിക്സ്ഡ് കോസ്റ്റിന് മാത്രമേ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. പിന്നീട് വരുന്ന ഒരു എമൗണ്ട് എല്ലാം എന്ത് ചെയ്യും, പ്രോഫിറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ടോട്ടൽ സെയിൽ 1 lakh ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ ടോട്ടൽ സെയിൽ 1 lakh എന്ന് വിചാരിക്കാം. ബ്രേക്ക് ഇവൺ പോയിന്റ് 60,000 ആണെങ്കിൽ ആ 40,000 ഡിഫറൻസ് ഉണ്ടല്ലോ, ആ 40,000 ഫുൾ ആയിട്ട് നിങ്ങൾ പ്രോഫിറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയാം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ പെർസെന്റേജ് ഫോർമുല ചെയ്താണെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി ഡിവൈഡ് ബൈ സെയിൽസ്. ഓക്കെ അല്ലേ? യെസ്. സോ ഇത് നിങ്ങൾക്ക് EBIT ബൈ കോൺട്രിബ്യൂഷൻ എഴുതാൻ പറ്റും. കാരണം മാർജിൻ ഓഫ് സേഫ്റ്റിനെ PV റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ EBIT എന്നും, സെയിൽസിനെ PV റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കോൺട്രിബ്യൂഷൻ കിട്ടും. സോ ദാറ്റ് ഫൈനലി യു വിൽ ഗെറ്റ് 1 ബൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റിയും ഓപ്പറേറ്റിംഗ് ലിവറേജും തമ്മിലുള്ള കണക്ഷൻ ക്ലിയർ അല്ലേ? യെസ്. ലാസ്റ്റ് ചെറിയ 1-2 പോയിന്റും കൂടി, ഒരു തിയറി പോയിന്റ് കേട്ടോ. ഒന്ന്, ഫിനാൻഷ്യൽ ലിവറേജ് ആസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയും. ഞാൻ ഈ PDF അയച്ചു തരാം കേട്ടോ. സോ ഫിനാൻഷ്യൽ ലിവറേജ് ആസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. സോ എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നുമില്ല, ഒന്ന് ഫേവറബിൾ ലിവറേജും അൺഫേവറബിൾ ലിവറേജ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞാൽ നമ്മളെ ഏർണിങ്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ഫേവറബിൾ ലിവറേജും, ഏർണിങ്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനേക്കാളും കുറവ് ഓർ ഈക്വൽ ആണെങ്കിൽ അൺഫേവറബിൾ ലിവറേജ് എന്ന് പറയാം. ഓക്കെ. അപ്പോ എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ക്വാണ്ടിറ്റി ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ഫണ്ട് ഈസ് റിലേറ്റീവ്ലി ഹൈ ഇൻ കമ്പാരിസൺ ടു ഇക്വിറ്റി ക്യാപിറ്റൽ, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഫേം ഈസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അതായത് ഇക്വിറ്റി ക്യാപിറ്റലിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫിക്സ്ഡ് കോസ്റ്റ് ഫണ്ട് ഭയങ്കര കൂടുതലാണെങ്കിൽ, ഓക്കെ അല്ലെ, ഇക്വിറ്റി ക്യാപിറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ഫണ്ട് കൂടുതലാണെങ്കിൽ ആ സമയത്താണ് നമുക്ക് എന്താ പറയുക, ഫേം ഈസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് തിയറി ചോദിക്കാറുണ്ട്, ഇത് വൈ ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് നോൺ ആസ് എ ഡബിൾ എഡ്ജ്ഡ് സോർഡ്. ഓക്കെ. സോ ഇത് നിങ്ങൾക്ക് എപ്പോഴും അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏർണിങ്സ് ഒരുപാട് വരുന്ന സമയത്ത് ഡെപ്റ്റ് ഉള്ളത് നല്ലതാണ് അല്ലെ. ഏർണിങ്സ് ഭയങ്കര കുറവാണെങ്കിൽ ഡെപ്റ്റ് ഉള്ളത് ഭയങ്കര അഡ്വേഴ്സ് ഇഫക്റ്റ് വരും. അതാണ് രണ്ട് എഡ്ജ് സോർഡ് എന്ന് പറയാം. ഓക്കെ. സോ നമുക്ക് വെൻ റിട്ടേൺ ഓൺ ഇൻകം ഈസ് റിട്ടേൺ ഓൺ ഇൻകം എന്താ പറയാ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ, ROI, അത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനേക്കാളും കൂടുതലാണ്. അതായത് നിങ്ങൾ 10% കടം എടുക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് ഏകദേശം ഒരു 15% റിട്ടേൺ കിട്ടുമെന്ന് വിചാരിച്ചോ. സോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എക്സ്ട്രാ കടം എടുത്താലും ആ എക്സ്ട്രാ വരുന്ന സർപ്ലസ് എന്ത് കിട്ടും നിങ്ങൾക്ക്, EPS കൂട്ടാൻ, ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺസ് കൂട്ടും. അപ്പൊ EPS എന്തായാലും കൂടും. ഓക്കെ. പക്ഷെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. നമ്മൾ 10% കടം വാങ്ങിക്കുന്നു, പക്ഷെ നമുക്ക് അത് വെച്ചിട്ട് ഒരു 8% ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഉള്ളത് മൊത്തം ആർക്ക് കൊടുത്തു, ഡെപ്റ്റിന് കൊടുക്കണം. അപ്പൊ ROE എന്തായിരിക്കും, ഭയങ്കര അഡ്വേഴ്സ് ഇഫക്റ്റ് ആയിരിക്കും. മനസ്സിലായോ? EPS ഒക്കെ താഴോട്ടേക്കാ പോവാ. ക്ലിയർ അല്ലേ? സെറ്റ് ആണോ? ഓക്കെ. സോ എന്തുകൊണ്ടാ ഡബിൾ എഡ്ജ് സോർഡ് എന്ന് മനസ്സിലായില്ലേ? സോ ലിവറേജ് അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ലിവറേജ് കംപ്ലീറ്റ് ആയി, അതും കൂടി പറയണോ? നമ്മൾ ഏതാണ്, ആർബിട്രാജ് അല്ലെ? ആർബിട്രാജ് പറയാം കേട്ടോ, അതും കൂടി പറഞ്ഞിട്ട് നിർത്താം. ആർബിട്രാജ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാ, വിത്തൗട്ട് ടാക്സിന്റെ കേസിലാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്രോച്ച് വിത്തൗട്ട് ടാക്സിലാണ് പഠിക്കാനുള്ളത്. ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ, വെള്ളം കുടിച്ചു വരും.
ശരി. സോ ഈ ക്വസ്റ്റ്യൻ വായിച്ചോ? നോക്കിക്കോട്ടോ. When a value of levered firm is more than value of unlevered firm. Okay, so ഇതെന്താന്ന് വെച്ചാല് ഇവര് പറയുന്നത് വിത്തൗട്ട് ടാക്സിന്റെ കേസിൽ നിങ്ങളെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഉണ്ടെങ്കിലും ഡെപ്റ്റ് ഇല്ലെങ്കിലും വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവൂല എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനീഷ്യലി ചേഞ്ച് ഉണ്ടെങ്കിലും ഓക്കെ, രണ്ട് ഫേം തമ്മിൽ ഇനീഷ്യലി വ്യത്യാസം വാല്യൂവിൽ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് വാല്യൂ കൂടുതലും ഒരെണ്ണത്തിൽ വാല്യൂ കുറവും വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ നാട്ടില് ഒരു സാധനം 100 രൂപയ്ക്കും വേറൊരു സ്ഥലത്ത് 90 രൂപയ്ക്കും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. നാച്ചുറലി നമ്മൾ ചെയ്യുന്ന എന്തായിരിക്കും, 90 രൂപക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അത് വാങ്ങിക്കും, എന്നിട്ട് 100 രൂപയുടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വിൽക്കും. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതെന്തായാലും അങ്ങനെ സംഭവിക്കും. സോ ഇവർ പറയുന്നത് നിങ്ങൾ ഹയർ വാല്യൂ ഒരു സ്ഥലത്ത് ലോവർ വാല്യൂ ആണെങ്കിൽ നിങ്ങൾ ഹയർ വാല്യൂ ഉള്ളിടത്തുനിന്ന് നിങ്ങൾ എന്ത് ചെയ്യും, അവിടുന്ന് വിറ്റിട്ട് നിങ്ങൾക്ക് ഇപ്പൊ സെയിം റിട്ടേൺ തന്നെ നിങ്ങൾക്ക് വേറെ സ്ഥലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ 1 ലക്ഷം ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു 1000 രൂപ കിട്ടുന്നുണ്ട്. സി അതിനേക്കാളും കുറവ് പൈസ ഇട്ടിട്ട് ചിലപ്പോൾ ഒരു 99,000 റുപ്പീസ് ഇട്ടിട്ട് എനിക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് 1000 രൂപ കിട്ടുവാണെങ്കിൽ ഞാൻ വെറുതെ 1 ലക്ഷം ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എനിക്ക് എന്ത് കിട്ടി മീൻസ് 1000 രൂപ കയ്യിൽ വെക്കാൻ പറ്റും, ക്യാഷ് എന്റെ കയ്യിൽ വെക്കാൻ പറ്റും. മനസ്സിലായോ? അതേപോലെ നിങ്ങൾ വേറെ ആംഗിൾ ചിന്തിക്കാം, ഇവിടെ 1 ലക്ഷം ഇട്ടപ്പോ എനിക്ക് 1000 കിട്ടുള്ളൂ, വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ അതേ 1 ലക്ഷത്തിന് ചിലപ്പോൾ 1200 കിട്ടാം. ഓക്കെ, യെസ്. അപ്പൊ ആ പോയിന്റ് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾ ഹയർ വാല്യൂ ഉള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ അത് വിറ്റിട്ട് ലോവർ വാല്യൂട്ട് പോകും. സോ ദാറ്റ് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഷെയർ ഒക്കെ ഇങ്ങനെ വിൽക്കുവാണെങ്കിൽ അതിന്റെ വാല്യൂ കുറഞ്ഞോണ്ട് പോവുക, ഒരു സ്ഥലത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ ഒക്കെ കൂടും. സോ ഓട്ടോമാറ്റിക്കലി അവസാനം എന്താ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തുന്നതാണ് ഇവിടെ പറയുന്നത്. സോ അതിന്റെ എക്സാമ്പിൾ നോക്കുക. There are two companies, N Limited and M Limited, having some earnings before interest and taxes EBIT of 20,000. So same EBIT ആണ് വിചാരിച്ചോ 20,000. M Limited is levered company having a debt of 1 lakh at 7% interest. Cost of equity of N Limited is 10% and of M Limited is 11.5%. So calculate how the arbitrage process will carry out. So point is നോക്കുക, നമുക്ക് ആദ്യം എം ലിമിറ്റഡ് ഉണ്ട് എൻ ലിമിറ്റഡ് ഉണ്ടല്ലോ അല്ലെ? ഓക്കെ അല്ലെ? യെസ്. അപ്പോ ആദ്യം അൺലിവേർഡ് ഫേമിന്റെ കാര്യം നോക്കാം. ഓക്കെ, യെസ്. നോക്ക്, 20,000 നിങ്ങൾക്ക് EBIT ഉണ്ട്. ഓക്കെ അല്ലേ? സോ എൻ ലിമിറ്റഡ് അൺലിവേർഡ് ഫേമിന്റെ 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? എടാ EBIT 20,000 ശ്രദ്ധിച്ചോട്ടോ. EBIT is 20,000. ഇൻ അൺലിവേർഡ് ആയതുകൊണ്ട് ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഏർണിങ്സ് ബിഫോർ ടാക്സ് 20,000 itself. ടാക്സ് ഇല്ലെങ്കിൽ അല്ലെ, ടാക്സ് ഇല്ലെങ്കിലും ഇതന്നെ അല്ലേ 20,000 ടാക്സ് എന്തായാലും ഇല്ല. ടാക്സ് കഴിഞ്ഞിട്ട് സോ ലാസ്റ്റ് വരുന്ന എത്ര 20,000 തന്നെ വരിക. മനസ്സിലായോ? സോ ഏർണിങ്സ് ബിഫോർ ടാക്സ്, ഇവിടെ ക്വസ്റ്റിലെ ടാക്സ് ഒന്നും ഇല്ല. സോ ആഫ്റ്റർ ടാക്സ് ഓൾസോ 20,000 ആണ്. ഇനി KE ഇതല്ലേ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സോ KE is 10%. നിങ്ങൾ ഇത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ലക്ഷം രൂപയാണ് ഇക്വിറ്റിയുടെ വാല്യൂ ആയിട്ട് കിട്ടുക. വാല്യൂ ഓഫ് ഇക്വിറ്റി is 2 lakh. ഇതേ സ്ഥാനത്ത് നെക്സ്റ്റ് പോയിന്റ് എടുക്കുക, 1 lakh into 7% ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. സോ രണ്ടാമത്തെ ഫേമിന്റെ കേസിൽ നമുക്ക് EBIT 20,000 ആണ്, ഇൻട്രസ്റ്റ് 7,000 വരും. അപ്പൊ 13,000 കിട്ടും. സോ 13,000 ഡിവൈഡഡ് ബൈ 10 എത്ര പെർസെന്റേജ് പറഞ്ഞേ? 11.5% അല്ലെ എം ലിമിറ്റഡിന്റെ. ഓക്കെ, സോ എം ലിമിറ്റഡിന്റെ 11.5% ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തേ. 11.5% എത്രയാ വരുന്നത്? 13,000 divided by 11.5%. ഇതാണോ കിട്ടുന്നത്? യെസ്, 1,13,000 സംതിങ് അല്ലെ? 1,13,043 കിട്ടും. സോ 1,13,043. പിന്നെ
നിങ്ങൾക്ക് വാല്യൂ ഓഫ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ 1 lakh ഉണ്ട്. അപ്പൊ ടോട്ടൽ 2,13,043. സി ഇതാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ രണ്ടിന്റെയും വാല്യൂ കണ്ടുപിടിക്കും. ഇതുവരെ ഓക്കെ ആണോ? വാല്യൂ ഓഫ് അൺലിവേർഡ് ഫോമും വാല്യൂ ഓഫ് ലിവേർഡ് ഫോമും കണ്ടുപിടിക്കും. ഓക്കെ ആണോ? യെസ്. സോ വാല്യൂ ഓഫ് അൺലിവേർഡ് ഫോം ഇവിടെ കിട്ടിയത് എത്ര? 20,000 ഡിവൈഡ് ബൈ 10% 2 lakh. വാല്യൂ ഓഫ് ലിവേർഡ് ഫോം നമ്മൾ 20,000 ഡിവൈഡ് ബൈ 11.5 അടിക്കുമ്പോൾ 1,13,043. അതിന്റെ വാല്യൂ മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ 2,13,043 കിട്ടി. സെറ്റ് അല്ലേ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇത് രണ്ടും ഓക്കെ അല്ലേ? എടാ ഓക്കെ ആണോ? ശരി. അപ്പൊ ഇനി അടുത്ത പോയിന്റ് എന്താ വെച്ചാൽ ഹയർ വാല്യൂ ഉള്ളിടത്ത് നമ്മൾ അത് വിറ്റിട്ട് നമ്മൾ ലോവർ വാല്യൂ ഉള്ളിടത്തേക്ക് വരും. ഓക്കെ. സോ ദ പോയിന്റ് ഈസ് നമ്മൾക്കിപ്പോ ഫോർ എക്സാമ്പിൾ പറയാണ് 10% ഷെയർ ഉണ്ട്. അപ്പൊ ഹയർ വാല്യൂ ഏതാ ഉള്ളത്? മൊത്തത്തിലെ ഫേമിന്റെ വാല്യൂ ഹയർ വാല്യൂ ഉള്ള ഫേം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എം ലിമിറ്റഡ് ആണ്. അപ്പോ ഇഫ് യു ആർ എ പേഴ്സൺ ഹാവിംഗ് 10% ഷെയർസ് ഓഫ് എം ലിമിറ്റഡ്, നിങ്ങൾ 10% ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ശരിക്കും 1,13,043 ആണ് ഇക്വിറ്റി ഉള്ളത്. അപ്പൊ അതിന്റെ 11,304.3 ആയിരിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വരിക അല്ലേ? ക്ലിയർ ആണോ? യെസ്. നിങ്ങൾക്ക് എത്ര റിട്ടേൺ കിട്ടുമായിരുന്നു? നിങ്ങൾക്ക് 1,300 രൂപ റിട്ടേൺ കിട്ടുമായിരുന്നു. സോ ദ പോയിന്റ് ഇസ്, നോക്ക്, ഈ രണ്ട് കേസിലായിട്ടാ പറയുന്നത്. ഇപ്പോ ഈ ഒരു കമ്പനിയില്, രണ്ടാമത്തെ കമ്പനിയില് 10% ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചോ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഷെയർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 11,304 രൂപയാണ്. ക്ലിയർ അല്ലേ? യെസ്. സോ 10% ഷെയറിന് നിങ്ങൾ 11,304 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ കണ്ടോ, ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഇസ് 13,000. അപ്പൊ 10% ഹോൾഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇവിടുന്ന് എത്ര കിട്ടും? 13,000ന്റെ 10%. ക്ലിയർ ആണോ? 13,000ന്റെ 10% കിട്ടും. സെറ്റ് അല്ലേ ഇതുവരെ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും? 10% തന്നെ എടുക്കണം നിർബന്ധമില്ല. ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ മാത്രം 10% എടുക്കുക. അതർവൈസ് യു ടേക്ക് എനിത്തിങ്. 1% വേണം 1% എടുത്തോ. ക്ലിയർ അല്ലേ? എടാ ഡൗട്ട് ഉണ്ടോടാ? പറടാ. ഓക്കെ ആണ്. യെസ്. അപ്പൊ ഹയർ വാല്യൂ ഉള്ളു. വാല്യൂ കണ്ടുപിടിക്കാൻ ഓക്കെ ആണ് നിങ്ങൾക്ക്. വാല്യൂ ഓഫ് ഇക്വിറ്റിയും വാല്യൂ ഓഫ് ഡെപ്റ്റും കണ്ടുപിടിച്ച് നമ്മൾ ഇത് കണ്ടുപിടിച്ചു. ഹയർ വാല്യൂ ഉള്ളിടത്ത് നമ്മൾ വിൽക്കണം. സോ ഹയർ വാല്യൂ ഉള്ള 2,13,043 ആണ് വാല്യൂ ഉള്ളത്. സോ ഇവിടുന്ന് ആൾക്കാർ എന്ത് ചെയ്യും? വിറ്റിട്ട് ലോവർ വാല്യൂ ഉള്ളത്. കാരണം ഇവിടെ 11,304 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് എന്ത് കിട്ടിയേ? 1,300 കിട്ടിയേ. ക്ലിയർ ആണോ? അപ്പോ അതിനേക്കാളും കുറച്ച് എമൗണ്ട് കുറച്ചിട്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വേറെ സ്ഥലത്ത് നിന്ന് കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത്? പോയിന്റ് ക്ലിയർ ആയോ? യെസ്. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഈ കമ്പനിയിലോട്ട് നോക്ക്, ഈ ഒരു കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാം. ഓക്കെ അല്ലേ? ഇപ്പുറത്തുനിന്ന് വിറ്റിട്ട് ഇപ്പുറത്തെ രണ്ടാമത്തെ കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ, നമുക്ക് ഇവിടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എപ്പോഴും സെയിം വേണം. അതായത് കമ്പനിക്ക് എങ്ങനെയാണോ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുക അതേപോലെ തന്നെയാണ് ആൾക്കാർക്കും റേസ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ അല്ലേ? സോ ഇവിടെ എം ലിമിറ്റഡ് എന്ന കമ്പനി 1 ലക്ഷം ഡെപ്റ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? 1 ലക്ഷം ഡെപ്റ്റ് ഉണ്ട്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ഏത് റേഷ്യോയിലാണോ ഡെപ്റ്റ് ഇക്വിറ്റി ഉള്ളത് അതേ റേഷ്യോയിൽ തന്നെ എടുക്കണം. സി ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇതാ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ പുതിയ ഫേമിലെ മീൻസ് ഹയർ വാല്യൂ ഉള്ള ഫേമിന്റെ 10% സെൽ ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 11,303 കിട്ടിയില്ലേ? യെസ്. ഇനി നിങ്ങൾ പുതിയതായിട്ട് എത്രയാ 10% അല്ലേ എടുക്കുന്നത്? അപ്പൊ 10% തന്നെ ലിവേർഡ് ഫേമിന്റെ ഡെപ്റ്റ് എടുക്കുക. എത്ര എമൗണ്ട് വരിക? എത്ര ഡെപ്റ്റ് ഉള്ളത്? 1 lakh ഉള്ളത് അല്ലെ? സോ 1 lakhന്റെ 10% എത്രയാ? 10,000. സോ ടോട്ടൽ നിങ്ങൾക്ക് ഇപ്പൊ 11,304 ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 10,000 റുപ്പീസിന്റെ എമൗണ്ട് 10,000 റുപ്പീസും ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ടോട്ടൽ നിങ്ങളുടെ കയ്യിൽ പൈസ എത്ര? ഇപ്പോ നിങ്ങൾ ആദ്യത്തെ ഷെയർ വിറ്റിലാകുമ്പോൾ നിങ്ങൾക്ക് 11,304 ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ലിവേർഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതേ പെർസെന്റേജ് നിങ്ങൾക്ക് എന്താണോ ഇവിടെ ലിവേർഡ് കമ്പനിയിലുള്ള ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ത് റേഷ്യോ ആണുള്ളത്
അതേപോലെ തന്നെ വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എത്രയാ 1,13,043 ആണ് ഇക്വിറ്റി ഉള്ളത് ആൻഡ് 1 lakh ആണ് ഡെപ്റ്റ് ഉള്ളത്. സോ ഇത്ര ഇക്വിറ്റിക്ക് ഇത്ര ഡെപ്റ്റ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് കണ്ടോ. അപ്പൊ അതേപോലെ വേണം നിങ്ങൾ 11,304 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്ര തന്നെ ഡെപ്റ്റ് വരണം. ഓക്കെ, സോ നിങ്ങൾ എത്ര 10,000 റുപ്പീസിന്റെ ഡെപ്റ്റ് എടുത്തു. സോ ടോട്ടൽ എത്ര എമൗണ്ട് വന്നു? 21,304 വന്നു. ഓക്കെ അല്ലേ? ആ, ഇനി നിങ്ങൾ ഈ അൺലിവേർഡ് ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ. അൺലിവേർഡ് ഫേമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ നേരത്തെ ഉണ്ടായിരുന്ന ഷെയർ എത്രയാ? 10% അപ്പൊ അതേപോലെ 10% ഷെയറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ 2 ലക്ഷമാണ് മൊത്തം ഷെയറിന്റെ വാല്യൂ ഉള്ളത്. അപ്പൊ അതിന് 10% ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 20,000 ഇൻവെസ്റ്റ് ചെയ്താൽ മതി. സോ ഇത്രയും പൈസയുള്ള നിങ്ങൾ 20,000 ഇൻവെസ്റ്റ് ചെയ്താൽ ബാക്കി നിങ്ങളുടെ കയ്യിൽ 1,304 രൂപ കിട്ടും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ 20,000 നോക്ക്, 10% ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ആണ് റിട്ടേൺ കിട്ടുക? അൺലിവേർഡ് ഫേമിന് 20,000 റിട്ടേൺ തരുന്ന ആൾക്കാരാണ്. അപ്പൊ 10% വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും 2,000 കിട്ടും. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എത്ര പെർസെന്റേജ് കടം വാങ്ങിച്ചിട്ടുണ്ട്? 10,000 റുപ്പീസ് കടം വാങ്ങിച്ചിട്ടല്ലേ വന്നേ. സോ 10,000 റുപ്പീസിന്റെ കടം 7% എന്ന് പറയുമ്പോൾ 700 റുപ്പീസ് വരും. സോ 2,000 രൂപ റിട്ടേൺ കിട്ടുകയാണെങ്കിൽ 700 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെപ്റ്റ് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ദ ഫൈനൽ റിട്ടേൺ ഈസ് സെയിം. നേരത്തെ ഇതും തമ്മിൽ സെയിം ആണ്. സോ ഇവിടെയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഫണ്ട് നിങ്ങളുടെ കയ്യിലോട്ട് എക്സ്ട്രാ വന്നു. 1,304 രൂപ നിങ്ങൾക്ക് എക്സസ് വന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? യെസ്. സോ ഇത് വളരെ റയർ ആയിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അത്ര റെലവെന്റ് മീൻസ് പല ക്ലാസ്സസിലും ഇത് ആരും എടുക്കാറില്ല കേട്ടോ. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഇത് തന്നെ വേറൊരു ആംഗിൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ 7th ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ വേറൊരു ആംഗിൾ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഇപ്പൊ ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ക്യാഷ് ബാലൻസ് വന്നേ. ഓക്കെ, അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെയിം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, റിട്ടേൺ കൂടുതൽ കിട്ടുന്ന കേസ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഈ ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും. ഓക്കെ ആണോ? യെസ്. ഒന്ന് ബുക്കൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ഒറ്റയ്ക്ക് ഒന്ന് ചെയ്യാൻ നോക്ക് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. എന്നിട്ട് 7ഉം ട്രൈ ചെയ്തോ. ഓക്കെ അല്ലേ? പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ ഓക്കെ, ശരി. അപ്പോ നെക്സ്റ്റ് ക്ലാസ് ഞാൻ പറയാം. അപ്പോൾ ബൈ.